ജയചന്ദ്രൻ സാർ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ച കാര്യങ്ങൾ, ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നു, കൃത്യമായ കത്തിടപാടുകൾ, ഒരുപാട് കാര്യങ്ങൾ, പ്രതിപട്ടികയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ PS പ്രശാന്തിലേക്കും അടക്കം എത്തിയിരുന്നു. ഇപ്പോൾ ആ വഴിക്ക് തന്നെ അന്വേഷണ സംഘം എത്തുമ്പോൾ നേരത്തെ ഇതിനെ രാഷ്ട്രീയമായി ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ CPM-ഉം LDF-ഉം ഒക്കെ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം ഇവിടെ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ആസൂത്രിതമായി ചില നീക്കങ്ങൾ നടന്നു എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെടുമ്പോൾ അവിടെ സ്വാഭാവികമായും ഇത്തരത്തിൽ നിയമനം നടത്തിയ മുൻ ഇടത് സർക്കാരിനും CPM-നും ഒക്കെ അതിന് ധാർമ്മികമായി വലിയ ഉത്തരവാദിത്വമില്ലേ? ഇതിൻ്റെ അകത്ത് ധാർമ്മികതയുടെ പ്രശ്നമൊന്നും അല്ലല്ലോ. കേസുകളിൽ, കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളിൽ നമ്മൾ ധാർമ്മികതയുടെ പ്രശ്നമൊക്കെ ചർച്ചകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദങ്ങളായി മാറിയിട്ട് എത്രയോ കാലങ്ങളായി. ധാർമ്മികതയുടെ പ്രശ്നമല്ല, നിയമപരമായ ഉള്ളടക്കങ്ങൾ മാത്രമാണ് പ്രസക്തമായിട്ട് വരുന്നത്. ഇപ്പോ ലക്ഷ്മി തന്നെ പറഞ്ഞ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, പ്രശാന്ത് പ്രതിപട്ടികയിൽ വന്നു, CPM-നെ വളരെയധികം പ്രതിരോധത്തിലാക്കുന്നു. അതങ്ങനെയാണെന്ന്. പ്രതിപട്ടികയിൽ വന്നതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാകുമോ? അയാൾ പിഴ മൂളേണ്ടതുണ്ടോ? അയാളെ പ്രതിപട്ടികയിൽ ചേർത്തു അന്വേഷണത്തിന്റെ ഭാഗമായി. ഇയാളെ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്ന്. ഇവിടെ അത് ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചാണ്. വളരെ സീനിയർ ആയിട്ടുള്ള 2 ഹൈക്കോടതി ജസ്റ്റിസുമാരാണല്ലോ ആ ഡിവിഷൻ ബെഞ്ചിലുള്ളത്. അവരുടെ മുമ്പിലാണ് ഇവർ തെറ്റുകാരാണോ കുറ്റക്കാരാണോ തെളിയിക്കേണ്ടത്. പ്രതിപട്ടികയിൽ ചേർത്ത ഉടനെ നമ്മളൊരു ചർച്ച നടത്തി അവർ കുറ്റക്കാരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വ്യഗ്രത ഉണ്ടാകുന്ന സ്വാഭാവികം. അതിൻ്റെ അകത്ത് മാധ്യമ താല്പര്യങ്ങളും പാനലിസ്റ്റുകളുടെ താല്പര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് വരാം. പക്ഷേ ആത്യന്തികമായി നിയമപ്രകാരം നിർണ്ണയിക്കപ്പെടുന്നത് പ്രതിപട്ടികയിൽ ചേർക്കുന്നയാൾ കുറ്റക്കാരനല്ല. അയാൾ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കണം, എന്നാൽ മാത്രമേ കുറ്റക്കാരനാകൂ. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഇപ്പോ പ്രതി ചേർക്കപ്പെടുന്ന പ്രശാന്ത് കുറ്റക്കാരനാണ്. CPM-ന്റെ സർവ ഉത്തരവാദിത്വം CPM-ന്റെ തലയിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു കഥയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ വരുന്നത് ഇപ്പോ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ അദ്ദേഹം സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രശ്നം പറഞ്ഞു. 2019 ഇഷ്യൂലാണ് സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രശ്നം അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ശബരിമല അതിന്റെ പ്രമൈസസിന് പുറത്തേക്ക് പോയത്? അതിന് വ്യക്തമായ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് പോയി എന്നുള്ളതിന്. ആ കാര്യത്തിലേക്ക് വരുമ്പോ 2013 നടന്ന മിനമാത കൺവെൻഷൻ, ജപ്പാനിലെ ടോക്കിയോയിലെ മിനമാതയില് നടന്ന ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയുണ്ട്. അതിലാണ് നമ്മുടെ ഇത്തരം പരിസ്ഥിതി ലോല മേഖലയാണല്ലോ ശബരിമല എന്ന് പറയുന്നത്. അവിടെ നടത്തുന്ന ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തിക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യക്തമായ ഉത്തരവ് പുറത്തു വരുന്നത്. 2013 ആ ഉത്തരവ് ഉണ്ടായെങ്കിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും അത് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിക്കുന്നത് 2018 2018 ഇന്ത്യൻ പാർലമെന്റും അംഗീകരിച്ചതോടുകൂടി ഇന്ത്യയിൽ എവിടെയും ഇപ്പോ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല മേഖലകളിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും നടത്താൻ പാടില്ല. ക്ലാഡിങ്ങിനൊക്കെയുള്ള ഒരുപാട് ശാസ്ത്രീയമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം വിശദമായിട്ട് തന്നെ, ഒരു കുഴപ്പവുമില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചട്ടലംഘനം എന്ന് അദ്ദേഹം പറഞ്ഞ ആ വിഷയം ഉത്ഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ തരത്തിലല്ല കോടതിയിൽ വരുമ്പോഴേക്ക് വരാൻ പോകുന്നതിന് അത് ട്രയലിലാണ് തീരുമാനിക്കപ്പെടുക. അതൊക്കെ അതുപോലെ തന്നെയാണ് അന്ന് കോടതി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് പുറകോട്ട് 20 വർഷത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ SIT അന്വേഷിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവായിരുന്നു. ആ വഴിക്ക് ഇതുവരെ SIT പോയിട്ടില്ല. 20 വർഷം 2020 വർഷം ബാക്കിലേക്ക് എന്ന് പറയുമ്പോൾ 2005 മുതൽ ശബരിമലയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന 98 വിജയമല്യ കൊടുക്കുന്നത്. പക്ഷെ ഹൈക്കോടതി 20 വർഷമാണ് പീരീഡ് പറഞ്ഞത്, 2020 മുതൽ. അപ്പോൾ 2005 മുതലാണല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് ദേവസ്വം ഭരണസമിതികൾ അവിടെ വരുത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഇതിൽ വരണം എന്ന് പറയുന്നുണ്ട്.
അപ്പൊ ആ കാര്യങ്ങൾ അത് അന്വേഷണത്തിന് വിധേയമായിട്ട് വരേണ്ടതുണ്ട്. ഇനി ഇതുവരെയുള്ള കാര്യമല്ല, നമ്മൾ ഇനി അത് വരേണ്ടതുണ്ട്. കാരണം എസ് ഐ ടിക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. മെറ്റലർജിക്കൽ ലബോറട്ടറിയുടെ പുറകെയും ഒക്കെ പോയതുകൊണ്ടാണ് ഇപ്പോഴും അത് പെൻഡിങ്ങിൽ കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ ആരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിരന്തരം ഇടപെടാനുള്ള അധികാരം വെച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഈ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ തൊഴിൽ വിഭജനത്തിൽ വരുന്ന ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. തൊഴിൽ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. ഇപ്പോ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് അവിടെ പുറപ്പെടാ ശാന്തിയെ വെച്ചിരിക്കുന്നത്. പുറപ്പെടാ ശാന്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്ത 1 വർഷത്തേക്ക് ആ ശബരിമല സന്നിധാനത്തിന്റെ അതിര് വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ലെന്നാണല്ലോ ചട്ടം. അങ്ങനെയാണ് പുറപ്പെടാ ശാന്തിയായ മേൽശാന്തി 1 വർഷം മുഴുവൻ അവിടെ കഴിയുക. അതേസമയം നോക്കൂ, ശബരിമലയിലെ പൂജാക്രമം എങ്ങനെയാണ്, ആരാണ് നടത്തുന്നത്? രാവിലെ ഗണപതി ഹോമം തുടങ്ങുന്നത് മുതൽ അതിനു മുൻപ് നട തുറക്കുന്നതും നിർമ്മാലി അത്തരം കാര്യങ്ങളൊക്കെ മേൽശാന്തി ചെയ്യും. ഗണപതി ഹോമം തുടങ്ങുന്നത് മുതൽ ഹരിവരാസനം പാടുന്നതിന് തൊട്ട് മുമ്പുള്ള പൂജ വരെ പ്രധാന പൂജകളെല്ലാം നടത്തുന്നത് ആരാണ്? മേൽശാന്തി അല്ല, തന്ത്രിയാണ്. അതോർക്കണം. പിന്നെ പുറപ്പെടാ ശാന്തി ആയിട്ട് നിൽക്കുന്നതിന്റെ കാര്യം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. അത്തരം പ്രധാനുഷ്ഠാനങ്ങൾ പൂജാരിക്ക് ഉണ്ടാവണം എന്നാണ് ശഠിക്കുന്നത്.